ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ട കാര്യം ഇതിനകം തന്നെ നമ്മൾ അറിഞ്ഞു കാണുമല്ലോ. 7 ഘട്ടമായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏപ്രിൽ 26-നാണ് നടക്കുന്നത്. ഈ ഏപ്രിൽ 26 എന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ഇത് വെള്ളിയാഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ PTA സലാമിനെ പോലെയുള്ള ചില നേതാക്കളും അതേപോലെ തന്നെ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള ചില മത നേതാക്കളും വെള്ളിയാഴ്ച ദിവസത്തെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും അത് മറ്റൊരു ദിവസത്തേക്ക് വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അവർ കത്ത് മുഖാന്തരമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവരെ പിന്താങ്ങും എന്ന ഉറപ്പ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് അവർ ആ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതേ ആവശ്യങ്ങൾ ഓരോ മതവിഭാഗവും നടത്തുകയാണെങ്കിൽ ആകെ ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. ഒരു ദിവസം പോലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അതിനൊരു കാരണമുണ്ട്. തങ്ങൾ അങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ അങ്ങോട്ട് മാറുകയും ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇത്തരം ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് പറയാനുള്ള കാരണം 26% മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. ഒരു 10 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഇവർ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വരികയില്ലായിരുന്നു. പക്ഷേ തങ്ങളുടെ ഒരു വോട്ട് ബാങ്കാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തികളാണ് എന്ന് മനസ്സിലാക്കിയ, അത് മൊത്തത്തിലല്ല, ചില പ്രദേശത്തെങ്കിലും അത് ബോധ്യമായ ആളുകളാണ് ഇത്തരം ആവശ്യങ്ങളുമായിട്ട് വരുന്നത്. പക്ഷേ അപ്പോഴും അതിലൊട്ടും ന്യായമില്ല എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിന് തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിൽ 96% മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. അവിടെയും ഒരു വെള്ളിയാഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പ്. അത് പക്ഷേ ഏപ്രിൽ 26 അല്ല, ഏപ്രിൽ 19 എന്ന തീയതിയിലെ വെള്ളിയാഴ്ചയാണ്. പക്ഷേ അവർക്ക് ഒരു പ്രശ്നവുമില്ല. ആ ദിവസം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ അത് മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അവരായിരുന്നു ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. കാര്യം 96% മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അവർക്ക് അവിടെ പള്ളി പോകണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കാനെങ്കിലും ഒരു ന്യായമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കേരളത്തിൽ കേവലം 26% മാത്രമായപ്പോഴേക്കും തങ്ങളുടെ മത അനുഷ്ഠാനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ആചാരത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന കാര്യത്തിന് ആവശ്യപ്പെടാൻ അവർ തയ്യാറായി മുന്നോട്ട് വന്നു. അവിടെയാണ് നോക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വരുതിക്ക് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്, ലക്ഷദ്വീപിലില്ല. ലക്ഷദ്വീപിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്വാധീന ശക്തിയല്ല, അതേപോലെ തന്നെ കോൺഗ്രസും ഒരു സ്വാധീന ശക്തിയല്ല. അവിടുത്തെ MP പോലും നിലവിൽ NCPയുടെ MP ആണ്, അതായത് നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ MP ആണ് അവിടെ ഉള്ളത്. ഒരിക്കൽ BJPയുടെ MP പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ വരിക്ക് നിൽക്കുന്ന അവർ അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങുന്ന, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന പാർട്ടികൾ ഇവിടെയുണ്ട്. അവർ തങ്ങളുടെ ആവശ്യം ഏറ്റുപിടിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അവർക്ക് ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുമെന്നും അവർക്കറിയാം. പക്ഷേ തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ സ്ഥലത്ത് ആളുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അഭ്യാസങ്ങളുമായിട്ട് വരുന്നത്. അവരോട് വളരെ ലളിതമായിട്ട് പറയാനുള്ളത്, 4.5 കോടിയോളം മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ. അവിടെ പോലും ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് വന്നിട്ടില്ല. നാളെ ഇനി കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവർ പോലും ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വരില്ല എന്ന് ഓർക്കുക. അപ്പോഴാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത്തരം ഉടായ്പകളായിട്ട് വരികയും നിങ്ങൾ ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. ഇത്തരം അഭ്യാസങ്ങളൊക്കെ 4ആയിട്ട് മടക്കി പോക്കറ്റിൽ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിലുള്ള 96% മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്ത് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവർക്ക് പ്രശ്നമില്ലാത്ത കാലത്തോളം നിങ്ങളിവിടെ കിടന്നുകൊണ്ട് 26% ഞങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ പോയി പണി നോക്കൂ എന്നേ അവർ പറയുകയുള്ളൂ.